പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്കു വരണമേ, അഗ്നിയായി ഞങ്ങളിൽ ജ്വലിക്കണമേ. ഈശോനാഥന്റെ സ്നേഹമറിയിക്കാൻ ഒന്നായി ഞങ്ങൾ പാടിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ. കരുണയുടെ നാഥനാം ഈശോയേ, ഹൃദയത്തിൽ ഏറ്റുപാടാം സന്തോഷമായി. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോനാഥ നീയേ ഞങ്ങളുടെ ശക്തി. ലോകത്തിനിരുളിൽ പ്രകാശമായി വിശ്വാസത്തിൻ ദീപങ്ങൾ തെളിക്കാം. സുവിശേഷത്തിൻ സ്നേഹസന്ദേശം പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. എന്റെ ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. സത്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ലോകത്തിന്റെ ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് മനസ്സൊന്ന് ഇങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് വെറുതെ നോക്കുക. അവിടെ എല്ലാം ജനം ഇപ്പോഴും ഓർത്തിരിക്കുന്നതും അല്ലെങ്കിൽ ലോകം ആദരിക്കുന്നതും ക്രിസ്തുവിനെ ആദരിച്ചവരെയാണ്, ഈശോയെ ആദരിച്ചവരെയാണ്. ഈശോയെ ഏറ്റുപറഞ്ഞവർക്ക് മാത്രമേ മരണശേഷം പോലും ഈ ലോകം ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കർത്താവിനെ ഈശോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ എന്റെ ദൗത്യം പൂർത്തിയായി. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഈശോ എന്നെ രക്ഷിക്കുമെന്ന് നീ മറ്റൊരു വ്യക്തിയോട് പറയാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ദൗത്യം പൂർത്തിയായി. അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഏത് നിഷ്ഠയാണെങ്കിലും ഏത് ജീവിതാവസ്ഥയാണെങ്കിലും ഈശോയെ ഒരു വലിയ അടയാളമാണ്. വിവിധ ഇടവകകളിൽ നിന്ന്, വിവിധ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിന്റെ ഈ ഒരു ബലിപീഠത്തിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി സ്നേഹത്തിന്റെ ഈ വലിയ ബലി നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നമ്മളൊരു മനസ്സോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു എന്ന് തന്നെയാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോ ദേവാലയം നമ്മുടെ വീട്ടിൽ നമ്മളൊരു പടമായിട്ട് സൂക്ഷിച്ചാൽ, ഒരു രൂപമായിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ, രോഗം വന്നിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, നമുക്ക് ഏറ്റവും സ്നേഹം അടുപ്പമുള്ള നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ മരിക്കുന്ന അവസ്ഥ, ആ സമയത്ത് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് വീണ്ടും കർത്താവിന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ അവന്റെ ഉദ്ധാരം വരെയുള്ള ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സംഭവം കാണാനോ കേൾക്കാനോ അതിന്റെ ചിത്രീകരണം പോലും കാണാനോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അതെനിക്ക് രക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ സഭ അത് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് ഈശോ ഇന്നും ജീവിക്കുക. അവന്റെ ആലയം ഇന്നും പരിശുദ്ധമാണ്. കാരണം അവൻ നമ്മോട് വാക്ക് തന്നിരിക്കുക, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവായ ദൈവമേ, സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടകടമോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. പിതാവിനെ കുറിച്ച് അങ്ങയുടെ മകനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനം. ദൈവം
കരിസ്മാറ്റിക് കൂട്ടായ്മയിലൂടെ